വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സെഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വേവ്ലെറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഇമേജ് കംപ്രഷൻ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ട്രാൻസ്ഫോം ബേസ്ഡ് ഇമേജ് കംപ്രഷൻ നമ്മൾ നോക്കി. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ഇമേജിനെ കംപ്രസ് ചെയ്യുന്ന കേസാണ് നമ്മൾ നോക്കുന്നത്. ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം നമ്മളൊരു 2 ഡയമെൻഷണൽ ഇമേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ബേസിസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ആ ബേസിസ് ഫങ്ഷൻസിനെയാണ് നമ്മൾ വേവ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം നമ്മളൊരു ഇമേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഫ്രീക്വൻസി ബാൻഡ്സ് അതുപോലെ തന്നെ ഡിഫറെന്റ് റെസൊല്യൂഷനിലുള്ള ബേസിസ് ഫങ്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ നമ്മൾ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ഡിഫറെന്റ് ഫ്രീക്വൻസി ബാൻഡ്സും അതുപോലെ ഡിഫറെന്റ് റെസൊല്യൂഷനുള്ള സബ് ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് ആ ഒരു ഇമേജിന് ഡീകമ്പോസിഷൻ സംഭവിക്കുകയും ചെയ്യും. അപ്പൊ ആ ഒരു ഇമേജിനെ നമുക്ക് ഒരു മൾട്ടി റെസൊല്യൂഷൻ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് കൊടുക്കാനായിട്ട് പറ്റും. സ്പേഷ്യൽ ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻസ്. അപ്പൊ നമുക്ക് ഒരുപാട് മറ്റ് ഏത് ട്രാൻസ്ഫോം മെത്തേഡ് ഉപയോഗിച്ചിട്ടും ഒരു ഇമേജിനെ കംപ്രസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അഡ്വാൻറ്റേജ് ഈ ഒരു വേവ്ലെറ്റ് വെച്ചിട്ട് നമുക്ക് ഇമേജ് കംപ്രഷൻ ചെയ്യുന്നതിനുണ്ട്. വേവ്ലെറ്റ് ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം യൂസ് ചെയ്ത് ഒരു ഇമേജിനെ കംപ്രസ് ചെയ്യുക വഴി നമുക്ക് ആ ഇമേജിന്റെ മൾട്ടി സ്കെയിൽ അനാലിസിസ് എന്ന് പറയുന്നത് പോസിബിൾ ആവും. അതുപോലെ തന്നെ നമ്മളൊരു ഹ്യൂമൻ വിഷ്വൽ സിസ്റ്റത്തിന് ഉള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഹ്യൂമൻ ഐന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇമേജ് അല്ലെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ സീനിന്റെ ലോ ഫ്രീക്വൻസി അതുപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് ഉണ്ടാവും. അപ്പൊ ആ ഈ 2 ടൈപ്പ് ഡിഫറെന്റ് കമ്പോണൻസിന് നമ്മുടെ ഹ്യൂമൻ ഐ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് കാരണം ഉണ്ടാകുന്ന സൈക്കോ വിഷ്വൽ റിഡൻഡൻസീസിനെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു കംപ്രഷൻ സ്കീം യൂസ് ചെയ്തിട്ട് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ഇമേജിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമേജിനെ ബ്ലോക്ക് കോഡിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എന്താകേണ്ട ആവശ്യമല്ല, സബ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോമിലും അതുപോലെ ട്രാൻസ്ഫോം ബേസ്ഡ് കംപ്രഷനിലും ഡിഫറെന്റ് കംപ്രഷൻ ടെക്നിക്സിലെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ബ്ലോക്ക് കോഡിംഗ് ടെക്നിക്ക് അല്ല വേവ്ലെറ്റ് ബേസ്ഡ് കംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബേസിക്കലി ഒരു ഇമേജിനെ ഡീകമ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫറെന്റ് ഫ്രീക്വൻസി ബാൻഡ്സും അതുപോലെ തന്നെ ഡിഫറെന്റ് റെസൊല്യൂഷനുള്ള സബ് ഇമേജസ് ആയിട്ട് എന്ത് ചെയ്യുക, ഡീകമ്പോസിഷൻ ചെയ്യുക. അതാണ് ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആ വേവ്ലെറ്റ് കോഡിംഗ് സ്കീം എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിൽ 2 സെക്ഷൻസ് ആയിട്ട് നമുക്ക് പറയാം. ആദ്യത്തേത് എൻകോഡിംഗ് സെക്ഷനും രണ്ടാമത്തേത് ഡീകോഡിംഗ് സെക്ഷനും. അപ്പൊ ആദ്യം എൻകോഡിംഗ് സെഷനിൽ വന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻപുട്ട് ഇമേജ് 2 ഡയമെൻഷണൽ ഇൻപുട്ട് ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നു. അതാണ് DWT എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഇൻപുട്ട് ഇമേജിനെ ഹൊറിസോണ്ടലി വെർട്ടിക്കലി അതുപോലെ തന്നെ ഡയഗണലി ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ അതുപോലെ തന്നെ ഡയഗണൽ ഡീകമ്പോസിഷൻ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓരോ ഡീകമ്പോസിഷൻ കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ്സ് എന്ന് പറയും. അപ്പൊ ആ വേവ്ലെറ്റ് കോഎഫിഷ്യൻസിന് ഓരോന്നിനും 0 മീനും അതുപോലെ തന്നെ ഓരോ വേവ്ലെറ്റ് കോഎഫിഷ്യൻസിനും ലാപ്ലേഷ്യൻ ലൈക്ക് ഡിസ്ട്രിബ്യൂഷനും ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേവ്ലെറ്റ് ട്രാൻസ്ഫോം വഴി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ വേവ്ലെറ്റ് കോഎഫിഷ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ ആ സം ഓഫ് ദി വേവ്ലെറ്റ് കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോം കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് യാതൊരു റെലവന്റ് ആയിട്ടുള്ള വിഷ്വൽ ഇൻഫർമേഷനും പ്രൊഡ്യൂസ് ചെയ്യാത്തതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആ കറസ്പോണ്ടിങ് വേവ്ലെറ്റ് കോഎഫിഷ്യൻസിനെ ഒന്ന് സ്കെയിലാർ ക്വാണ്ടൈസേഷനും കൂടെ നമുക്ക് പെർഫോം ചെയ്യണം. നമുക്കറിയാം ഇമേജിനെ ട്രാൻസ്ഫോം നമ്മൾ ചെയ്യുന്നത് ആ ഇമേജിനകത്തുള്ള ഇന്റർപിക്സൽ റിഡൻഡൻസീസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട വേവ്ലെറ്റ് കോഎഫിഷ്യൻസ് എന്ത് ചെയ്യുന്നു, ചില വേവ്ലെറ്റ് കോഎഫിഷ്യൻസ് റിലവന്റ് ആയിട്ടുള്ള വിഷ്വൽ ഇൻഫർമേഷൻ തരാത്തത് കൊണ്ട് നമുക്ക് അതിനെ ക്വാണ്ടൈസേഷൻ ചെയ്തേ മതിയാവും. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒരു ലോസ്ലെസ് പ്രോസസ് ആണ്. പക്ഷെ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് ഒരു ലോസി പ്രോസസ് ആണ്. അപ്പൊ ആ ക്വാണ്ടൈസേഷൻ ചെയ്യുക വഴി ഈ ട്രാൻസ്ഫോം കോഎഫിഷ്യൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ചെയ്യപ്പെടും. ക്വാണ്ടൈസേഷൻ യൂസ് ചെയ്യുന്നത്
ആ ഇമേജിനകത്തുള്ള എന്ത് സൈക്കോ വിഷ്വൽ റിഡൻഡൻസി എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, കോണ്ടൻസേഷൻ പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ ആ സ്കെയിലാർ കോണ്ടൻസേറ്റ് ചെയ്ത് കിട്ടിയ ആ ട്രാൻസ്ഫോം കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ ആ വേവ്ലെറ്റ് കോഎഫിഷ്യൻസിനെ എന്ത് ചെയ്യുന്നു, സിമ്പിൾ എൻകോഡർ എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി എൻകോഡിങ് അല്ലെങ്കിൽ സോഴ്സ് കോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നു. സോഴ്സ് കോഡിംഗ് വഴി കിട്ടുന്നത് ആ സ്കെയിലാർ കോണ്ടൻസ് ചെയ്ത വേവ്ലെറ്റ് കോഎഫിഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സിമ്പിൾസ് ആയിട്ട് എടുത്തിട്ട് ആ സിമ്പിൾസിന്റെ പ്രോബബിലിറ്റി വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ആ ഓരോ സിമ്പിൾസിനും കോഡ് വേർഡ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നു. അതാണ് സിമ്പിൾ എൻകോഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ കോഡ് വേർഡ് ജനറേറ്റ് ചെയ്യുക വഴി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ബിറ്റ് സ്ട്രീം ആയിട്ടും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ആ സിമ്പിൾ എൻകോഡിങ് അല്ലെങ്കിൽ എൻട്രോപ്പി എൻകോഡിങ്ങിന് എക്സാമ്പിൾ ആണ്, അതും ലോസ്ലെസ് മെത്തേഡ് തന്നെ, കോഡിംഗ് മെത്തേഡ് തന്നെയാണ്. അതിന് എക്സാമ്പിൾ ആണ് കഴിഞ്ഞ സെഷൻസിൽ നമ്മൾ നോക്കിയ ഹോഫ്മാൻ കോഡിങ്, അതുപോലെ അരിത്തമെറ്റിക് കോഡിംഗ് എന്ന് പറയുന്ന കോഡിംഗ് ടെക്നിക്സ് അല്ല. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന ബിറ്റ് സ്ട്രീം അല്ലെങ്കിൽ കംപ്രസ് ചെയ്ത് കിട്ടിയ ഇമേജ് ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഈ ഡീകോഡിംഗ് സെഷൻ വർക്ക് ചെയ്യുന്നത് ആ കംപ്രസ് ചെയ്ത് കിട്ടിയ ഇമേജ് നമ്മൾ ഇവിടെ സോഴ്സ് ഡീകോഡറിന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ ഫെഡ് ചെയ്യുന്നു. നമ്മൾ ഏത് എൻകോഡിംഗ് ടെക്നിക്കാണോ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് അതിന്റെ നേരെ റിവേഴ്സ് ടെക്നിക്ക് എന്ത് ചെയ്യുക, ഇവിടെ യൂസ് ചെയ്യുക. ഇവിടെ ഡീകോഡിംഗ് സെഷനിൽ നമ്മൾ ഇത് ഈ ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോമും സിമ്പിൾ എൻകോഡിങ്ങും മാത്രമേ ലോസ്ലെസ് ആയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ രണ്ടിന്റെയും ഇൻവേഴ്സ് പ്രോസസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് ലോസി മെത്തേഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇൻവേഴ്സ് ടെക്നിക്ക് നമ്മൾ ഇവിടെ ഡീകോഡിംഗ് സെഷനിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നില്ല. അവർ കംപ്രസ് ഇമേജ് സിമ്പിൾ എൻകോഡർ അല്ലെങ്കിൽ എൻട്രോപ്പി ഡീകോഡറിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ ബിറ്റ് സ്ട്രീമിൽ നിന്ന് സിമ്പിൾ ഡീകോഡർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, കോണ്ടേസ്റ്റ് വാല്യൂ ഓഫ് വേവ്ലെറ്റ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ യൂസ് ചെയ്ത ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോമിന്റെ ഇൻവേഴ്സ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എടുത്തിട്ട് ആ കോണ്ടേസ്റ്റ് വാല്യൂ ഓഫ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം കോഎഫിഷ്യൻസിൽ നിന്ന് എന്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നു, നമ്മുടെ ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ ഡീകംപ്രസ്ഡ് ഇമേജ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കോഡിംഗ് മെത്തേഡ് ആണ് എന്ന് പറയുന്നത് വേവ്ലെറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇമേജ് കംപ്രഷൻ സ്കീം എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം നമ്മൾ ഇമേജിൽ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം വർക്ക് ചെയ്യുന്നത് ഫിൽറ്റർ ബാങ്ക് സ്കീം വഴിയാണ് അത് വർക്ക് ചെയ്യുന്നത്. ഫിൽറ്റർ ബാങ്ക് സ്കീമിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്ക് എന്ന് പറയുന്നത് സബ് ബാൻഡ് കോഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോമിൽ ഇമേജിനെ ഡീകമ്പോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ സബ് ബാൻഡ് കോഡിങ്ങിനകത്ത് നമ്മൾ ഒരു 2 ഡയമെൻഷണൽ ഇമേജ് എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് അനാലിസിസ്, ഈ ലോ പാസ് ഫിൽറ്ററും ഹൈ പാസ് ഫിൽറ്ററും അടങ്ങിയ സെക്ഷനെ നമ്മൾ അനാലിസിസ് ഫിൽറ്റർ ബാങ്ക് എന്ന് പറയും. അനാലിസിസ് ഫിൽറ്റർ ബാങ്ക് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഡെസിമേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ 2 ഫിൽറ്റേർഡ് ഔട്ട്പുട്ടിലും പെർഫോം ചെയ്യുന്നു. ഡെസിമേഷൻ ഓപ്പറേഷൻ ചെയ്യുന്നത് ബൈ എ ഫാക്ടർ ഓഫ് 2. ഡെസിമേഷൻ ഓപ്പറേഷൻ ഇമേജിൽ നമ്മൾ സാധാരണ ഡെസിമേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡൗൺ സാമ്പിളിംഗ് ആണ്. ഇമേജ് നമ്മൾ ഡെസിമേഷൻ ഓപ്പറേഷൻ ചെയ്യുന്നത് ഇതിന്റെ സ്പേഷ്യൽ ഫിൽറ്ററിംഗ് ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ടിന്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ബൈ എ ഫാക്ടർ 2 വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഇപ്പൊ 2 ഡയമെൻഷണൽ ഇമേജ് ആണ്. 2 ഡയമെൻഷണൽ വേവ്ലെറ്റ് ട്രാൻസ്ഫോം നമ്മൾ പെർഫോം ചെയ്യുന്നത് 1 ഡയമെൻഷണൽ വേവ്ലെറ്റ് ട്രാൻസ്ഫോംസ് വഴിയാണ് അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ പ്രോസസ് വഴിയാണ്. നമ്മൾ 2 ഡയമെൻഷണൽ വേവ്ലെറ്റ് ട്രാൻസ്ഫോം വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമേജിനെ ഡീകമ്പോസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു ഇമേജ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മെട്രിക്സ് ഫോമിൽ ആയിരിക്കുമല്ലോ. അപ്പൊ ആദ്യം അതിന്റെ റോയിനെ പ്രോസസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, 1 ഡയമെൻഷണൽ ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ വഴി റോയിനെ പ്രോസസ് ചെയ്യുക. ആ കിട്ടുന്ന റിസൾട്ടിന്റെ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുക, അതിന്റെ ഔട്ട്പുട്ട് മെട്രിക്സിന്റെ കോളത്തിനെ എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യുക, ഡീകമ്പോസിഷൻ അനാലിസിസ് ഫിൽറ്റർ ബാങ്ക് വഴി ഡെസിമേഷൻ ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യുക. അതുവഴി എന്ത് ചെയ്യുക, ആ ഇമേജിനെ എന്ത് ചെയ്യുക, ഡിഫറെന്റ് ഫ്രീക്വൻസി ബാൻഡ്സിലുള്ള ഡിഫറെന്റ് റെസൊല്യൂഷനിലുള്ള ഇമേജ് ബാൻഡ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് വെക്കുന്നു. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം, ആദ്യം ഒരു ഇമേജ് എന്ന് പറയുന്ന ലോ പാസ് ഫിൽറ്ററിലേക്കും ഹൈ പാസ് ഫിൽറ്ററിലേക്കും കൊടുക്കുന്നു. ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഇമേജിനകത്തുള്ള കോഴ്സ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഓർഡിനറി ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ചെയ്ത് തരുന്നു. ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി കമ്പോണൻസിനെ മാത്രമേ അത് പാസ് ചെയ്യത്തുള്ളൂ. അതായത് ഒരു ഇമേജിനകത്തുള്ള ഫൈനൈസ്ഡ് ഡീറ്റെയിൽ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്തു തരുന്നു. അത് കഴിഞ്ഞ് ഫിൽറ്ററിങ് ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നു,
ചെയ്യുന്നു, രണ്ട് ഔട്ട്പുട്ടിനെയും നമ്മൾ ഡെസിമേഷൻ അല്ലെങ്കിൽ രണ്ടിന്റെയും സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ബൈ 2 ടൈംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അതാണ് റോ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിസൾട്ടിന്റെ ഔട്ട്പുട്ട് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഫോം ചെയ്യുന്നു. അതുവഴി കിട്ടിയ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നു, അതിന്റെ കോളത്തിനെയാണ് നമ്മൾ വീണ്ടും പ്രോസസ് ചെയ്യുന്നത്. ആ ഡെസിമേഷൻ ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ടിനെ വീണ്ടും നമ്മൾ അനാലിസിസ് ഫിൽട്ടർ ബാങ്കിലേക്ക് കൊടുക്കുന്നു. അതിനകത്ത് ലോ പാസ് ഫിൽട്ടറിംഗ് ഓപ്പറേഷൻ ഉണ്ട്, ഹൈ പാസ് ഫിൽട്ടറിംഗ് ഓപ്പറേഷൻ ഉണ്ട്. ലോ പാസ് ഫിൽട്ടറിംഗ് ആ ഇമേജിനകത്തുള്ള ഓർഡിനറി അല്ലെങ്കിൽ കോഴ്സ് ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഹൈ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത് ഡെസിമേഷൻ ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ടിന്റെ എന്ത് ചെയ്യുന്നു, ഫൈനസ്റ്റ് ഡീറ്റെയിൽ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ചെയ്യുന്നു. ഫിൽട്ടറിംഗ് ഓപ്പറേഷൻ ഫോളോഡ് ബൈ ഡെസിമേഷൻ ഓപ്പറേഷൻ ബൈ എ ഫാക്ടർ ഓഫ് 2. ഡെസിമേഷൻ ചെയ്യുന്നത് ഡൗൺ സാമ്പിളിംഗ് അല്ലെങ്കിൽ സ്പേഷ്യൽ റെസൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാനാണ്. അപ്പൊ ഇവിടെയും ഹൈ പാസ് ഫിൽട്ടറിംഗ് ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ടിന്റെ ഡെസിമേഷൻ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ലോ പാസ് ഫിൽട്ടറിംഗ് ഹൈ പാസ് ഫിൽട്ടറിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അതുവഴി ഇമേജിനെ ഡീകമ്പോസ് ചെയ്യുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 ഫ്രീക്വൻസി ബാൻഡ്സ് ആയിട്ട് നമുക്ക് ആ ഇമേജിനെ ഡീകമ്പോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഫസ്റ്റ് ലെവൽ ഡീകമ്പോസിഷൻ മാത്രമാണ്. അപ്പൊ ആ ഫ്രീക്വൻസി ബാൻഡ്സ് എന്ന് പറയുന്ന LL ബാൻഡ്, LH ബാൻഡ്, HL ബാൻഡ്, ഫൈനലി HH ബാൻഡ്. അതിൽ LL ബാൻഡ് ഡിനോട്ട് ചെയ്യുന്നത് അതിൽ റോ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ലോ പാസ് ഫിൽട്ടറിംഗ് ഓപ്പറേഷൻ ആണ് നമ്മൾ ചെയ്തത്. അതിൽ കോളം പ്രോസസ്സിങ്ങിനകത്തും എന്ത് ചെയ്തു, ലോ പാസ് ഫിൽട്ടറിംഗ് ഓപ്പറേഷൻ ചെയ്ത് കിട്ടിയ ബാൻഡാണ് LL ബാൻഡ് എന്ന് പറയുന്നത്. LH ബാൻഡ് എന്ന് പറയുന്ന റോ പ്രോസസ്സിങ്ങിനകത്ത് ലോ പാസ് ഫിൽട്ടറിംഗ് ഓപ്പറേഷൻ ആണ് ചെയ്തത്. കോളം പ്രോസസ്സിങ്ങിനകത്ത് നമ്മൾ ഹൈ പാസ് ഫിൽട്ടറിംഗ് ഓപ്പറേഷൻ ആണ് അവിടെ പെർഫോം ചെയ്തത്. അതുപോലെയാണ് ബാക്കിയുള്ള ഫ്രീക്വൻസി ബാൻഡ്സ്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ഇൻപുട്ട് ഇമേജ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ റോ പ്രോസസ്സിങ്ങും കോളം പ്രോസസ്സിങ്ങും, അതായത് 2 ഇൻഡിവിജ്വൽ 1 ഡയമെൻഷണൽ ട്രാൻസ്ഫോംസ് നമ്മൾ അച്ചീവ് ചെയ്തു. അതുവഴി ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോമിന്റെ ഔട്ട്പുട്ട് നമ്മൾ നോക്കി. അപ്പോൾ ഡിഫറെന്റ് റെസൊല്യൂഷനിലുള്ള ഡിഫറെന്റ് ഫ്രീക്വൻസി ബാൻഡ്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫസ്റ്റ് ലെവൽ ഡീകമ്പോസിഷൻ വഴി. അതായത് ആ 4 ബാൻഡ്സ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. LL ബാൻഡ്, LH ബാൻഡ്, HL ബാൻഡ്, അതുപോലെ HH ബാൻഡ്. അതുപോലെ നമുക്ക് ഫർദർ ഡീകമ്പോസിഷൻ വേണമെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഇൻപുട്ട് ഇമേജ് എന്ന് പറയുന്നത് 256 ആയിരുന്നു ആ ഇമേജിന്റെ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇമേജിനെ ഞാൻ എന്ത് ചെയ്തു, ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം ഞാൻ അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലെവൽ ഡീകമ്പോസിഷൻ വഴി ഞാൻ 4 ഫ്രീക്വൻസി ബാൻഡ്സ് ആയിട്ട് അതിനെ ഡീകമ്പോസ് ചെയ്തു. LL ബാൻഡ്, LH ബാൻഡ്, HL ബാൻഡ്, അതുപോലെ HH ബാൻഡ്. ഒറിജിനൽ ഇമേജിന്റെ സൈസ് 256 ആയിരുന്നു. അപ്പൊ ആ ഫസ്റ്റ് ലെവൽ ഡീകമ്പോസിഷൻ വഴി കിട്ടിയ ഓരോ ഫ്രീക്വൻസി ബാൻഡ്സിന്റെ സൈസ് എന്ന് പറയുന്നത് 128/128 ആയിരിക്കും ഓരോ ഫ്രീക്വൻസി ബാൻഡ്സിന്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ലെവൽ ഓഫ് ഡീകമ്പോസിഷൻ കൂടെ എന്ത് ചെയ്യാം, ഈ ഫിൽറ്റർ ബാങ്ക് സ്കീം വഴി എനിക്ക് അതിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പൊ ആ സെക്കൻഡ് ലെവൽ ഡീകമ്പോസിഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതില് ഇത് ഓരോന്നും 128, ഇത് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് LH ബാൻഡ് ആണ്, ഇത് HL ബാൻഡ്, ഇത് HH ബാൻഡ്. അപ്പൊ ആ 128/128 ഉള്ള ഈ 3 ബാൻഡ്സിനെ ഞാൻ ഡീകമ്പോസ് ചെയ്യുന്നില്ല. പകരം LL ബാൻഡ് എന്ന് പറയുന്ന ആ 128/128 സൈസ് ഉള്ള ആ ഫ്രീക്വൻസി ബാൻഡിനെ ഞാൻ വീണ്ടും ഒരു ലെവലും കൂടെ എന്ത് ചെയ്യുന്നു, ഡീകമ്പോസിഷൻ പെർഫോം ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വീണ്ടും 4 സബ് ബാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. LL ബാൻഡിനെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് ബേസിക് ആയിട്ട് എല്ലാത്തിലും ആദ്യത്തെ 2 എന്ന് പറയുന്നത് LL തന്നെ ആയിരിക്കും ഇൻഡിക്കേഷനിൽ വരുന്നത്. അപ്പൊ ആദ്യത്തേത് LL സബ് ബാൻഡ്, രണ്ടാമത്തത് LH സബ് ബാൻഡ്, മൂന്നാമത്തത് HL സബ് ബാൻഡ്, നാലാമത്തത് HH സബ് ബാൻഡ്. ഇത് ഓരോന്നും നമ്മൾ ഫ്രീക്വൻസി ബാൻഡ്സ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാത്തത് കൊണ്ട് 128/128 ആയിരിക്കും ഈ 3 ബാൻഡിന് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഈ LLനെയാണ് നമ്മൾ സെക്കൻഡ് ലെവൽ ഡീകമ്പോസിഷൻ ചെയ്ത് വീണ്ടും 4 സബ് ബാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തത്. അപ്പൊ ആ 128/128 എന്നുള്ള LLന്റെ ആ ടോട്ടൽ സൈസിനെ 4 സബ് ബാൻഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ സൈസ്, ഓരോ സബ് ബാൻഡിന്റെ സൈസ് എന്ന് പറയുന്നത് 64/64 ആയിരിക്കും ഈ ഓരോ സബ് ബാൻഡ്സിന്റെയും ടോട്ടൽ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഫർദർ ലെവൽ ഓഫ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഫിൽട്ടർ ബാങ്ക് സ്കീം വഴി നമുക്ക് അപ്ലൈ ചെയ്ത് ഇൻഡിവിജ്വൽ ആയിട്ട് 4 സബ് ബാൻഡ്സ് ആയിട്ട് ഓരോന്നിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും.